ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ എല്ലായിടത്തും ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം മക്കളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇന്നത്തെ ദിവസം സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് പതിവില്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ അവർ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പോയി. അതേ ദിവസം തന്നെ നമുക്കും നമ്മളെ ക്ലിനിക്കിൽ ചേച്ചിമാരുടെ വകയായിട്ട് ഒരു ഓണസദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിലെ ഡോക്ടറെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് സദ്യ കഴിക്കാൻ പോവാണ്. ഇതാണ് ഡോക്ടർ ഖദീജ. ആക്ച്വലി നമ്മൾ രണ്ടുപേരും രണ്ട് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ക്ലിനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. റിസ്വാൻഖൻ്റെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ പറമ്പിൽ ബസാറിലാണ്. അപ്പോൾ അവിടെയാണ് നമുക്കിന്ന് സദ്യ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ക്ലിനിക്ക് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം 12 വർഷമായിട്ടുണ്ടാവും കേട്ടോ. ഇത് വരുന്നത് പറമ്പിൽ ബസാറിൽ മിന്നകം ജ്വല്ലറീൻ്റെ മുകളിലായിട്ടാണ്. സ്മൈൽ ഓറൽ ഹെൽത്ത് കെയർ സെൻറ്റർ എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. അപ്പോൾ നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ചേച്ചിമാരൊക്കെ അവിടെ നമ്മളെ വെയിറ്റിംഗ് ആയിരുന്നു. നമുക്കവിടെ ടോട്ടൽ 4 സ്റ്റാഫാണുള്ളത്. ജിഷേച്ചി, സുഭജ ചേച്ചി, ഷീന ചേച്ചി, നിഷേച്ചി. പിന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളത് ഡോക്ടർ അഖിലയും ഡോക്ടർ സഫയാണ്. അപ്പം ഞാനൊരു 1.5 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ അത്ര ഇങ്ങോട്ട് വരാണ്ടായത്. കാരണം എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴാണ് ഇങ്ങോട്ട് വരാറും ഇവരെ കാണാറൊക്കെ പറ്റാറുള്ളത്. അപ്പോൾ ഐറ്റംസ് എല്ലാം റെഡി ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ടോട്ടൽ ഒരു 9 ആളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആ ചെറിയ ടേബിൾ മേലെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുമ്പോഴല്ല അതിൻ്റെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴെ വിരിക്കുക എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഇവിടെ ക്ലിനിക്കും അതുപോലെ ഈ വെയിറ്റിംഗ് ഏരിയ ഒക്കെ റെനോവേഷൻ ചെയ്തത് ഈ അടുത്താണ്. അപ്പോൾ റെനോവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് നടന്ന് കാണുമായിരുന്നു. പിന്നെ ഓണാണെങ്കിൽ നമുക്കങ്ങനെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇതുപോലെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് സദ്യ കഴിക്കും. അങ്ങനെ നമ്മളുടെ ന്യൂസ് പേപ്പർ എത്തി. ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് വിരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ താഴെ വിരിച്ചിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത്. മാത്രമല്ല പേഷ്യൻസ് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യണമല്ലോ. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ചേച്ചിമാരെ ഓരോന്ന് വിളമ്പാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ എണ്ണിയപ്പോൾ നമുക്ക് ഏകദേശം 20 വിഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും സദ്യ കേമായിരുന്നു. സാധാരണ ഇങ്ങനത്തെ വിഭവസമൃദ്ധമായ സദ്യകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കുണ്ടാവുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേഗം പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നുമില്ല, നമ്മൾ താഴെ ഇരുന്നിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് കംപ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വയറിന് വേണ്ടിയത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിലധികം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ താഴെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ഓവർഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ സദ്യനെ സ്പെഷ്യലാക്കണ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ആ ചൂടുള്ള ചോറ് വാഴയിലേക്ക് വിളമ്പുമ്പോഴുള്ള ഒരു സ്മെല്ലും, മാത്രമല്ല ഈ സാമ്പാറിൽ ഇടുന്ന ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റ്, അതുപോലെ ചില ഐറ്റംസിന് ഒരു മധുരമുണ്ട്. പച്ചടി, പൈനാപ്പിൾ പച്ചടിക്കൊക്കെ ഉള്ളൊരു ആ ഒരു സ്വീറ്റ്നെസ്സും, പിന്നെ നമ്മളെ പുളിഞ്ചിലുള്ള ആ ഒരു പുളിയും പിന്നെ മധുരവും, അങ്ങനെ ആകെ മൊത്തം ഒരു മിക്സഡ് ഫ്ലേവേഴ്സ് ആണല്ലോ. അതാണ് ശരിക്കും ആ സദ്യനെ സ്പെഷ്യലാക്കണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബാക്കിയുള്ളത് ഇലയിലുണ്ടാവുമല്ലോ, അത് വടിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കഴിച്ച് കഴിയാനായപ്പോഴത്തേക്ക് നമുക്ക് പേഷ്യൻറ്റും വന്നു. അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ക്ലിനിക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് മക്കളുടെ സ്കൂളിലേക്കാണ്. സ്കൂളിൽ അത്യാവശ്യം നല്ല സെലിബ്രേഷൻസ് ആയിരുന്നു കേട്ടോ. അവർ 3 പേരും പഠിക്കുന്നത് ആത്മ AUP സ്കൂളിലാണ്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കിനും അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പേരൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെലിബ്രേഷൻ ആയിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ പോയ സന്തോഷത്തിൽ എനിക്ക് അമ്ര അവിടുത്തെ പൂക്കളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരായിരുന്നു.
പിന്നെ അവൾക്ക് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് 2-3 ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊന്നും പഠിച്ചിരുന്ന കാലഘട്ടം പോലെയല്ലല്ലോ ഇത്. ഇപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. അജു അവളുടെ ടീച്ചറെ ഫോൺ എടുത്തിട്ട് അവൾ സെൽഫി എടുക്കുകയാണ്. പിന്നെ ഞാനും അവരുടെ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അവരുടെ ഓണപ്പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞ സന്തോഷവും പിന്നെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ പൂട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ആയിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നത്തെ ആ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ അവർ കളിച്ച് തിമിർത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്ഷീണം വീട്ടിൽ പോയിട്ടാണ് അവർ പറയുക. പറഞ്ഞ പോലെ തന്നെ അവർ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ആ ഒരു ഈവനിങ് ലൈറ്റിൽ സ്കൂളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തതാണ്. അങ്ങനെ ഞാൻ എത്ര വിളിച്ചിട്ടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഈ സൈക്കിൾ ഓടിക്കുന്ന അസ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫുൾ പരാതിയാട്ടോ. എനിക്ക് അവിടെ വേനാവുന്നു, എനിക്കിവിടെ വേനാവുന്നു. പക്ഷേ ഈ കളിക്കുന്ന സമയത്ത് ആൾക്കൊന്നും ഓർമ്മയില്ല. പിന്നെ പായസം ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്ര കുറച്ച് പായസം കുടിക്കുക കേട്ടോ. നല്ല അടിപൊളി സേമിയ പായസമാണെന്ന് തോന്നുന്നു. അവൾ പായസമൊക്കെ കുടിച്ചു. നമ്മളങ്ങനെ കാറിൽ കയറി നേരെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവർ 3 പേരും നല്ല ടയേർഡായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷായി രാത്രിയായപ്പം ഉമ്മക്കൊരാഗ്രഹം. ഉമ്മ കുറേയായി പറയുന്നു നമുക്ക് ഫലൂദ കഴിക്കാൻ പോകണമെന്ന്. മാത്രമല്ല ഓണമൊക്കെ ആയതുകൊണ്ട് സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം ഫലൂദ കഴിക്കാനായിട്ട് ഫലൂദയിലാണ് പോയത്. നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഫലൂദ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചൊരു തിരക്കൊന്നും അവിടെ ഇല്ല കേട്ടോ. യൂഷ്വലി ഈ ഓണം അടുപ്പിച്ച് അല്ലെങ്കിൽ ലീവൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ബീച്ചസൊക്കെ ഫുള്ളായിരിക്കും. ടൗണിലേക്കൊന്നും നമുക്ക് പോകാനേ പറ്റില്ല. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു തിരക്കോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഓണം പ്രമാണിച്ചാന്ന് തോന്നുന്നു അവർ ഫലൂദക്ക് ഒരു പുതിയ മെനു തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഫലൂദോത്സവം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും പല പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ഓർഡർ ചെയ്തത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഇവരുടെ ഫലൂദ ഭയങ്കര റിച്ചാണ്. അതായത് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ ഫലൂദൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ബീച്ചിലൂടെ ഒരു റൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. പക്ഷേ അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ലുലു മോൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ക്രൗഡ് ശരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ അധികം ലേറ്റ് ആവേണ്ട തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ലെങ്കിൽ ഒരു സ്മൈലിയെങ്കിലും ഇട്ടാൽ മതി. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരാം. ടിൽ ദെൻ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.